ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ചിലർക്കൊന്നും മനസ്സിലായി കാണത്തില്ല, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു സ്ക്രീനിൽ ഒരു കാണിച്ച് ചെയ്യാം. ആ ചാനൽ പോയി ചെക്കൗട്ട് ചെയ്യാം. അതാണ് എൻ്റെ ഫസ്റ്റ് ചാനൽ. അതിൻ്റെ ഒരു അനിമി എഡിറ്റിംഗ് ചാനലാണ്. ഇത് മൈൻക്രാഫ്റ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ചാനലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ തുടങ്ങിയപ്പോൾ ഒരു വില്ലേജിലായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ എത്തി. ആ വീഡിയോയ്ക്ക് ഭയങ്കര ലാഗായിരുന്നു. ഓക്കെ, എനിക്കൊന്നും കളിക്കാനൊന്നും പറ്റിയില്ല നേരെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുതിയൊരു സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ട് അതിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കാണാവർ. അപ്പോൾ നേരെ വീട്ടിലിട്ട് പോകാം. ഇതാണ് നമ്മളിപ്പോഴത്തെ വീട്. ഇതെല്ലാം വെളിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ രാത്രിയാകും കേട്ടോ, പെട്ടെന്ന് പറയാം. ഇവിടെ ഇതുണ്ട്, ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ്, ഒരു ചെസ്റ്റിനകത്ത് ഇത്രയും സാധനങ്ങളുണ്ട്. ഞാൻ എന്താണ്ട് ഇതും പിന്നെ ഇത് കാണിച്ചു ഇതും ഞാൻ വില്ലേജിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു വില്ലേജിലായിരുന്നു രാത്രി. ബാക്കി നാളെ പറഞ്ഞില്ല. അയ്യോ, എൻ്റെ ബെഡ് ഞാൻ മൈനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഡെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വയ്ക്കാൻ മറന്നു തിരിച്ച്. ഓക്കെ, തിരിച്ചെത്തി. നമ്മൾ ഉണർന്ന് ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ പ്ലാൻ. ഓക്കെ, ഞാനൊരു അത്യാവശ്യം വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ആ ഒരു വീട് വരാൻ പോകുന്നത് ഈ ഐലൻഡിലായിരിക്കും. ഓക്കെ, ഈ ഒരു ഐലൻഡ് ഇങ്ങനെ കുന്നോലിക്കണ ഫ്ലാറ്റ് ആക്കും, എന്നിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ബ്രിഡ്ജ് കണക്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ തൽക്കാലത്തേക്കുള്ള ഒരു വീട് ഇതാണ്. ഇവിടെ ഒരു ചെറിയൊരു ഫാമുണ്ട്. എന്നിട്ട് നമ്മൾ ഗോളെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇന്നെ നോക്കി കണ്ടില്ലേ, എൻ്റെ ആകെ ഒരു ഷീൽഡ് മാത്രമുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കുറച്ച് അയണുണ്ട്. ഞാൻ ഇന്നലെ മൈനിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, അപ്പം പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ, അതോ ഇപ്പോൾ ആദ്യം തൊട്ട് ഞാൻ കളിക്കുന്നത് കാണണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഇപ്പോൾ 14 അയണുണ്ട്. 14 15 അയണുണ്ട്. ഓക്കെ, അയണ വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെസ് പ്ലേറ്റ് ഉണ്ടാക്കുന്നില്ലേ? വീട്ടിൽ അല്ലല്ല, ആദ്യം ചെസ് പ്ലേറ്റ് ഉണ്ടാക്കാം. ചെസ് പ്ലേറ്റ് ഉണ്ടാക്കി ഒരിതും ഉണ്ടാക്കിയേക്കാം. സെറ്റ്. എന്തൊരു കുട്ടപ്പനായിപ്പം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ ഫുൾ അയൺ ആർമേഴ്സ് ആൻഡ് ടൂൾസ് ആവണം. അപ്പോൾ മൈനിങ്ങിന് ഇറങ്ങണം. എൻ്റെ മൈനിങ് കേവ് ആ ഒരു സൈഡിലിട്ടാണ്. പിന്നെ അതെന്താണെന്ന് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. ഓക്കെ, കാര്യം ഈ എപ്പിസോഡ് ഭയങ്കര ലെങ്ത്ത് കാണത്തില്ല ചിലപ്പോൾ. ഓക്കെ, അപ്പം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്ത എപ്പിസോഡിൽ. പിന്നെ നമ്മൾ കുറേ ടാസ്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാനൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ ഫുൾ അയൺ ആർമർ ആവാമെന്നാണ് വെയിറ്റ്. ഫുള്ള് ഒന്ന് റെഡി ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ ഉള്ള സാധനങ്ങളെല്ലാം കയ്യിലുണ്ട്. ഫുഡുണ്ട്, ടോർച്ചുണ്ട്, വെള്ളമുണ്ട്, ML ചെയ്യാൻ കിടലാണ്. അത് ML ചെയ്യാൻ ആക്സ്, സോഡ്, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കുറച്ച് ബോക്സ് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. എൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, കയ്യിൽ ഇരുന്നോട്ട്. ഇനി പോ. എൻ്റെ സ്റ്റോറിൻ്റെ സോഡ് പൊട്ടാറായി. വെയിറ്റ് ചെയ്യേ, ഒരെണ്ണം ഉണ്ടാക്കിയിടഞ്ഞപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. കുറച്ച് വുഡ് കയ്യിലോട്ടെടുത്ത് 7 സ്റ്റോണും കയ്യിലോട്ടെടുത്ത് ഇത് കയറി ഇതുണ്ടാക്കി ഇതല്ലല്ലോ ഇത്. ഓക്കെ, ബാക്കിയുള്ളത് കൈ അവിടെ തന്നെ തിരിച്ചു വെച്ചേക്കാം. എൻ്റെ 14 സ്റ്റിക്ക് ഉണ്ടായിരുന്നോ? അത് കണ്ടില്ല. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇനി നമുക്ക് മൈനിങ് നടക്കാം. എൻ്റെ മൈനിങ് ഏരിയയിലോട്ട് എത്തിയിട്ട് കാണാം. അപ്പോൾ മൈനിങ് ഏരിയയിലെത്തി. അപ്പം ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കാണും, ഒന്ന് ക്ഷമിക്കുക. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അതൊക്കെ ഒരു വീഡിയോ ചാനലിലോട്ട് ഇടുന്നത്. ഫസ്റ്റ് ടൈമാണ്. അതിപ്പോൾ എൻ്റെ അനിയനാണ്. ഓക്കെ, ക്ഷമിക്കാവുന്നു. ഞാൻ ഇപ്പം കാണിച്ചുതരാം ഞാൻ ML ചെയ്യണത്. അയ്യോ, ബെഡ് എടുക്കാൻ മറന്നു. വെയിറ്റ്
വെള്ളത്തിൽ പിടിച്ചാളാം. മെയിൻ വന്ന ഈ വെള്ളത്തിൽ കൂടെയാണ് കൈസ് എപ്പോഴും ഇറങ്ങി പോകുന്നത്. ഗൈസ് അത് മണ്ടയൊന്ന് എത്തിയിട്ട് കാണാം. ഓക്കെ, ആ അതെ കയറി പോകും. അത് പറഞ്ഞപ്പോൾ കയറി പോയി. ഇത് കണ്ട ഒന്നുമില്ല. ഇവിടെ ഷീപ്പുണ്ടോ? പക്ഷെ കയ്യിൽ വുഡില്ലല്ലോ. ഇനി ഞാൻ വീട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, വീടെത്തി. ഇനി നമുക്ക് ബെഡ് പൊട്ടിച്ചുകൊണ്ട് പോവാം. ഞാൻ എന്തായാലും പോണ വഴി ഇപ്രാവശ്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്രാവശ്യം. അയ്യോ, ഡോറ് അടച്ചിട്ട് എപ്പോഴും കയറാവും. അതൊക്കെ അങ്ങനെയാണ്. അയ്യോ ഗൈസ്, ചിലപ്പോൾ ഫാനിൻ്റെ സൗണ്ടാണ് ഗൈസ്, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ആ സൗണ്ട് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഫാമൊക്കെ വളരണുണ്ട്. പെട്ടെന്ന് തന്നെ വേറൊരു ഫാമും കൂടെ ഉണ്ടാക്കണം. ഹലോ, അവർ മുട്ടിട്ടല്ലോ, കയ്യിലിരിക്കട്ടെ, എടുക്കും, കയ്യിലോട്ട് ഇരുന്നോട്ട്. ഈ ഫുഡ് കഴിക്കാം. ഓക്കെ, ഇനി സോഡ എടുത്ത് ഒറ്റ ഓട്ടം. അപ്പം ഇനി പോകുന്ന വഴി കാണിച്ചിരുന്നത്. ഇവിടെ കുറേ പൂവുണ്ട്. ഫ്ലവർ ഫോറസ്റ്റ് അല്ലേ സത്യം പറഞ്ഞാൽ. ഇവിടെ കുറേ പൂവുകളുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിൽ ഇത്ര വലിയ കാടുണ്ട്. ഒന്ന് കണ്ടത് ഇത് കേവണം. ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. പക്ഷെ മറ്റേ ഡീപ്പ് ഡാർക്ക് വരെ പോവും. അതാണ് ഞാൻ ഇപ്പോൾ ഭയങ്കര ഒരു കേവ് ഡീപ്പ് ഡാർക്ക് വരെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേവിനെ സെലക്ട് ചെയ്യാൻ കഴിയും. നിങ്ങളാരും ഒന്നും കണ്ടിട്ടില്ല കടല്ല. നമുക്ക് പോവാം. ഇവിടെ കുറേ 2-3 ഇത് നോർമൽ ട്രീ, ക്ലാസിക് ട്രീ. ഈ കാട് ഫുള്ള് ക്ലാസിക് ട്രീ ആണ്. ഇപ്പം ചിലപ്പോൾ എൻ്റെ അനിയൻ്റെ അലപ്പ് നിങ്ങളിപ്പോൾ കേട്ട് കാണും. സോറി, ക്ഷമിക്കണം. ഓക്കെ, അപ്പം ഞാൻ MLG ചെയ്യണം നോക്കിക്കോ. ഞാൻ MLG ചെയ്യുമ്പോൾ അതന്നെ ആ വെള്ളത്തിലൂടെ ഞാൻ ചാടൂല. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയാണ്. ഇപ്പം ഞാൻ ഉറങ്ങാൻ വേണ്ടി നോക്കിയാണ്. അതെ, അങ്ങോട്ട് തന്നെ ഞാൻ എടുത്ത് ചാടും. MLG കണ്ട എൻ്റെ ഹെൽത്ത് ഒന്നും കുറഞ്ഞില്ല. കണ്ട, അതാണ് എന്താ പവർ. ഗൈസ്, പിന്നെ ഞാൻ മൊബൈലിലാണ് കളിക്കണ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത് റിയൽ മൈൻക്രാഫ്റ്റ് ഇല്ല, ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിൽ ടെക്സ്ചർ പാക്ക് എടുത്ത് കളിക്കണം. അതുകൊണ്ട് ഇതിൽ എൻ്റെ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോറി ഗൈസ്, എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ ഡ്രാഗനൊക്കെ ഡിഫീറ്റ് ചെയ്യണമെന്ന് ഞാൻ. പക്ഷേ ഇന്നലെയാണ് അറിഞ്ഞത്. ഇന്നലെ ഞാൻ ChatGPT അടുത്ത് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് എൻ്റെ ഡ്രാഗൻ ഇല്ല. അല്ല, എന്തെന്ന് പറഞ്ഞ സാധനം ഇല്ല. അയ്യോ, ഇവിടെ കണ്ട ഞാൻ ടോർച്ചൊക്കെ വെച്ചേക്കണം. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരാൾ. ഹീലായിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. കാര്യം ഇവിടെ ഫുള്ള് സോംബീസും എല്ലാം. ഇതെങ്ങനെ എടുത്തിട്ട് പോരാന്നോ ആവശ്യം വരും. പിന്നെ ഞാൻ ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടല്ലോ, നോർമലായിട്ട് കളിച്ച് പോയിട്ടുള്ളൂ. ഫാംസ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു കുന്തം ഉണ്ടാക്കിയിട്ടില്ലേ. ചുമ്മാ ഞാൻ കളിക്കുന്ന ഈ സ്റ്റേജ് വരെ ആവും. എന്നിട്ട് ഞാൻ അന്ന് എൻ്റെ ക്രിയേറ്റീവ് മോഡിൽ കയറും. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂല. ലൈറ്റ് കണ്ടും കൂടെ ഡയമണ്ട് കാണുമല്ലോ. കുറച്ച് അയൺ ചെയ്യും. ഇന്നത്തെ ഗോള് നമ്മൾ ഫുൾ അയണാർമാരാവുക എന്ന് പറഞ്ഞു. അയ്യോ പൊട്ടൊന്നും തന്നെ. ഞാൻ വെച്ച് തീർന്നു തന്നെ കേട്ടോ. ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ മണ്ടയിലോട്ട് പോയിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് കൊടുത്തു. ഞാൻ രാവിലെ കണ്ടതാണ് ഓടിക്കണല്ലേ. പക്ഷെ അവിടെ കുറച്ച് അതാണ് കയ്യത്തത്. അവിടെ എന്തൊരു തിളങ്ങ കഴിയാനുണ്ടായിരുന്നല്ലേ. ഇതിനകത്തെ
നല്ല നല്ല മോഡ്സ് വല്ലതും കയറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല മോഡ്സാ വല്ലതും കയറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇട്ടിട്ട് കളിച്ച് നോക്കാമായിരുന്നു. ഞാൻ ഈ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കൊടുക്കാറില്ല ഇങ്ങനെ ഇതെല്ലാം ഇല്ലായിരുന്നു. എത്ര അമ്മേ പടച്ചോനെ കാണാനും പറ്റൂല. ഞാൻ അറിഞ്ഞില്ല വയസ്സ്. എൻ്റെ ആർമറുണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്തോ ഇല്ല. ഇപ്പം പറഞ്ഞ കോപ്പർ ആർമറുണ്ടല്ലേ. ഞാൻ ഡയറക്റ്റ് അയണിലോട്ട് തന്നെ പോകുന്നു. ഇവിടെ അവൻ എന്നെ കണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇനിയും താഴോട്ട് പോകൂടാ. ഒഴിയോടെ സ്കെലിട്ടൻ അതോ അവിടെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ടെമ്പററി ബ്ലോക്സ് ഉണ്ട്, അതെടുത്തോണ്ട് പോ. പിന്നെ സുധി എന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മൈൻക്രാഫ്റ്റ് കോഡ് സുധി എണ്ണ ഐ എം ബിഗ് ഫാൻ. സുധി എണ്ണ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ തന്നെ ഇതിപ്പോൾ കളിക്കുന്നത്. സുധി എണ്ണ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കാണുന്നുണ്ടെങ്കിൽ കണ്ടാൽ മതിയായിരുന്നു. എന്നാലും ചാടി ഇനി അവിടെ ഒന്നാതായിരിക്കുന്നു. തിരിഞ്ഞ് നോക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പം ചമ്മിപ്പോയാണ്. അമ്മേ അയ്യോ ഇനി എത്തിയത് അവൻ്റെ ബോ ഡ്രോപ്പ് ചെയ്തോ. വലിയ ദൂരമൊന്നും പോകേണ്ടി വന്നില്ല. ഞാൻ അവിടെ നിന്ന് ഞാനൊരു റെക്കോർഡ് പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഒന്ന് കറങ്ങി വന്ന് ലാപ്പിസും കണ്ട് ഇത് റെഡ് സ്റ്റോണും കണ്ടത് മൈൻ ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ ടോർച്ച് വെച്ചത് ഇതായിരിക്കും. ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഇനി അടുത്ത എന്നെ നാക്ക് എന്തിന് ഞാൻ എത്ര വട്ടം കിട്ടിയ എന്തായാലും എൻ്റെ കയ്യിൽ ഇത് അയൺ പിക്കാക്സ് ഉള്ള കാര്യമായി. കറക്റ്റ് മണ്ടരോടല്ലേ തനാന വെയിറ്റ് ചെയ്യേ. എൻ്റെ പൊന്നു ഡയമണ്ട് അവളോ 2 എണ്ണം കിട്ടിയെന്ന് തോന്നുന്നല്ലേ. അല്ലടാ ഓർമ്മ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചില്ല ഏട്ടാ എത്ര പെട്ടെന്ന് കിട്ടുമെന്ന്. ഒഴിഞ്ഞ അറ്റത്തോന്നു കളണ്ട എടുക്കാം. രക്ഷാപ്രവർത്തനം ഫോർ എ ബ്ലോക്ക്. ചേടാ ഡയമണ്ട് കിട്ടി. ഇപ്പൊ ഡയമണ്ട് എല്ലാം കൂടെ പോയനെ. അത് എവിടെ നിന്നാ അവിടെ ഇപ്പോൾ ഡയമണ്ട് എല്ലാം കൂടെ പോയനെ. ഇവിടെ റെഡ് സ്റ്റോൺ ഇരിക്കണ കുറേ ആരുമില്ല. പിന്നെ അടുത്തായി കണ്ടുപിടിക്കട്ടെ. ഐസപ്പ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ് മോബ്സ് കണ്ടുപിടിച്ച്. ഇത് ഈ വീഡിയോ അത്യാവശ്യം കൊള്ളാം കേട്ടോ. അതേണ്ട ആയണിരിക്കുന്നു. മോബ്സ് ഉണ്ട് നമുക്ക് ആവശ്യം വരും അല്ലേ. എക്സ്പി ഫാമും മോബ്സ്. പക്ഷെ ഇത് സോംബിയാണ്, അതാണ് കുഴപ്പം.
വേറെ സ്കെൽട്ടൺ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ബോളും കിട്ടിയതിന്. ഇപ്പോഴത്തേക്ക് അവിടെ പോയിട്ട് ലൈറ്റ് ചെയ്യാം നമുക്ക്. ലൈറ്റ് ചെയ്യാൻ മുമ്പ് റൂമാരങ്ങ് തീർത്തോട്ടെ. ഞാൻ ഭയങ്കര കിടലൊന്നുമല്ല ഈ ഫൈറ്റിൽ. ഞാൻ മൊബൈലിൽ കളിക്കുന്നുണ്ട്. മൊബൈലിൽ കളിക്കാൻ കിണ്ണം പ്രയാസമുണ്ട്, ഇല്ലാന്നല്ല, ഒരുത്തുണ്ട്. അവൻ കിണ്ണോട്ട് കളിക്കും. പെട്ടെന്ന് 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 ഓക്കെ. ഇനി ഇവിടെ ലൂട്ടടിക്കാം. ഇവിടെ എന്തൊക്കെ ഉണ്ട്? അമ്മേ, അയ്യോ എടാ, ഗോൾഡൻ ആപ്പ് വെയിറ്റ് ചെയ്യേ. കൊല്ലണം. എൻ്റെ ഇത് പൊട്ടിയാൽ തീർന്നു കേട്ടോ. വെയിറ്റ് ഇതിൻ്റെ ഹെൽത്ത് എത്ര? അവിടെ പൊട്ടാതെ അത് വരി ഓക്കെ. അയ്യോ അവന് തീർന്ന ഒരു ആപ്പിളുടെ ആദ്യമേ ബോണിൽ ബോണ് കിട്ടി. കുറച്ചും കൂടെ ആയം കിട്ടി. നമ്മളിപ്പോൾ എത്ര ഉണ്ട്? അത്യാവശ്യമായി 10 ബോണ് പോയി. ഇതിലൂടെ അത്യാവശ്യം കൊള്ളായിരുന്നു. അയണം അവിടെ കണ്ടോ? അതാണ്ടായിരിക്കും. വീണ്ടും ഡയമണ്ട്. പക്ഷെ ആ ഒരു പിക്ചേഴ്സ് ഉണ്ടാക്കാനായി. ഇന്നത്തെ ദിവസം ഫുള്ള് ലക്ക്. ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ വീടെത്തി. അപ്പോൾ വീടെത്തിയപ്പോൾ ഞാൻ ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ച്. ഞാൻ സ്മെൽറ്റ് ദിവസമാണ് ഈ കരിയിലേ. ഓക്കെ, അപ്പം എന്ത് വെച്ച് ഞാൻ ഇവരെ കഥ പറഞ്ഞില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് കോമഡിയായിട്ട് തോന്നും. എന്നാലും ഞാൻ പറയാം. ഞാൻ ഈ കാട്ടിക്കൂടി ഇങ്ങനെ നടക്കിയിരുന്നു. അപ്പോഴാണെങ്കിൽ കോഴിയും ഒരു പശുവും സംസാരിച്ചുകൊണ്ടിരുന്നുണ്ട്. പെട്ടെന്ന് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ട് അച്ചാട കോഴിക്ക് ഒരൊറ്റ വെട്ട്. പാവം പശു ഒരു ഫ്രണ്ട് പോയി. അങ്ങനെ ഞാൻ പശുവിനെ കണ്ണ് കൂട്ടിപ്പിടിച്ചിട്ട് എന്നിട്ട് പിന്നെ അങ്ങ് കൊണ്ടെടുത്ത്. അതാണ് നിൽക്കുന്നത്. മറ്റേ കോഴിയുടെ ശവമാണിത്. അങ്ങനെ ഞാൻ അവന് വേറൊരു ഫ്രണ്ടിനെ പിടിച്ചെടുത്തു. ഇതാണ് കഥ. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവന്മാരെ പിടിച്ചിട്ടാണ്. ഇപ്പം ഞാൻ അവർക്ക് ഫീഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ബെഡ് ഇത് സ്മെൽറ്റ് ചെയ്യാൻ കൊണ്ട് പോയിട്ട് നോക്കിയപ്പോൾ എൻ്റെ ബെഡ് ഞങ്ങൾ മറന്നു വെച്ചിട്ട് വന്നു. അങ്ങനെ പോണതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സീഡൊക്കെ പറക്കി ഞാൻ ഇതിപ്പോൾ ഫുള്ളാക്കി. ഓക്കെ, ഇവിടെ ഒരു ഈ ചെറിയൊരു ഭാഗം ഒന്ന് ഫില്ലപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ വളർന്ന് നടന്നൊരു 3 മുമ്പ് ഞാൻ 3 എടുത്ത്. അതിൽ ഒരെണ്ണം ഞാൻ 4 നമുക്കറിയാം. ഒരെണ്ണം ഞാൻ അവന് കൊടുത്ത്. 3 വീട്ടിൽ കൊണ്ടുപോയിട്ട് ബ്രെഡാക്കി. പിന്നെ ബാക്കി കറക്റ്റ് എല്ലാം കൂടെ ഒരു സീഡ് ബാക്കി ഉണ്ടായിരുന്നത് ആ കോഴിക്ക് കൊടുത്ത്. ഇനി ഇത് കിട്ടി. ഇത് തിരിച്ചൊന്ന് നട്ട് വയ്ക്കട്ടെ. ഇവിടെ എൻ്റെ ഈ ഒരു ക്രോപ്പ് ഫാമിന് വലുതാക്കണമുണ്ട്. ടാസ്ക് എൻ്റെ ഉണ്ട്. ഇന്നത്തെ ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ആവുമായിരിക്കണം. ഇപ്പോൾ എത്രയായി? 6 കൂടെ. അതിനോട് താഴെ എന്തോ കരിയില്ല. എൻ്റെ കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ടൊന്ന് റീഫിൽ ചെയ്യാം.
നമുക്ക് ബാക്കിയുള്ളതും കൂടെ റീഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യാം അറിയാം. ഇതും കൂടെ തീർന്നിട്ട് ബാക്കി ഒരെണ്ണം കൂടെ ഒന്ന് റീഫില്ല് ചെയ്യാമല്ലോ. അതെന്തായാലും തീരട്ട്. പിന്നെ ഡേയ്, നീ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താലും ഇവിടെ ഇരിക്കണം. പെട്ടെന്ന് ഇവിടെ ആ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട് താഴെ, അതിൽ പോയിട്ട് ഒരു ക്ലിക്ക് കേക്ക്. അപ്പോൾ അത് ഗ്രേ കളറാവും, മാജിക്കാണ്. പിന്നെ ഒരു വെള്ള ഏതോ ഒരു കളറിലൊരു തംസപ്പിൻ്റെ ബട്ടൺ ഉണ്ട്, അതും കൂടെ പോയി ഞെക്കിക്കും. അത് നീലയോ വെള്ളയോ എന്തിരോ ആവും. അത് രണ്ടും ചെയ്തോ, എന്നാലേ എനിക്കൊരു സപ്പോർട്ടാവുള്ളൂ കേട്ടാ. ചെയ്യണം, മറക്കല്ലേ പ്ലീസ്, ജീവിച്ച് പോകണ്ടേ. അത് സ്മെൽറ്റ് എത്തിയതെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ ഒന്ന് ലൈറ്റ് പോയി. കഴിഞ്ഞു. ബാക്കി എന്തായാലും റീഫില്ല് ചെയ്തിട്ട് അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഫുൾ ആർമർ സെറ്റ് ചെയ്യാം. ഇനി എനിക്ക് ഒരു ഇത് ഒരു പാൻറ്റ്. അയ്യോ, അവിടെ പാൻറ് അല്ലേ ഇരുന്ന്. അവിടെ എൻ്റെ പാൻറ് അല്ലടാ, ബൂട്ടായിരുന്നടാ. എനിക്ക് പാൻറ് കുഴപ്പമില്ല, പിന്നീട് അങ്ങനെ പൊട്ടി പോകണമെന്നില്ല. ഇവിടെ ഇരുന്നോട്ട്. അവിടെ എൻ്റെ അയം വെറുതെ എന്നായിട്ട് ഫുൾ സൂട്ടായില്ല, സൂട്ട് ഫുള്ളായി. ഇനിയിപ്പം ഇതിനെല്ലാം കൂടെ എന്തൊക്കെയുണ്ട്. നോക്കാം. ഒരു കുറച്ച് വുഡ് എടുത്തിട്ട് സ്റ്റിക്ക് അങ്ങ് 16 ഉണ്ട്. അതെടുക്കാം. സോഡ് ഒരു ഇത് ഓക്കെ. അപ്പോൾ ടൂൾസ് കൂടെ സെറ്റ്. പിക്കാസ് ഉണ്ടാക്കിണ്ടായിരുന്നു, എന്നാലും ഇരിക്കട്ടെ. പിക്കാക്സ് എടുത്ത് ഇവിടെ വെച്ചേക്കാം. പിക്കാക്സ് നമുക്ക് ആവശ്യം വരും. എൻ്റെ ചെസ്റ്റ് നിറയാറായി. ഇൻവെൻ്ററി സോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് നമുക്ക് കൊടുക്കണം. ഇത് ബാക്കിയുള്ളതെല്ലാം തിരിച്ച് വെച്ചേക്കാം. ഈ തൂവിലെവിടെ വന്നു എന്തോ. ഇത് നമുക്ക് മറ്റേ എവിടെ നിന്ന് കിട്ടിയ ബക്കറ്റില്ലേ, മറ്റേ മോപ്പ് സ്പോണ്ടറിന്ന്. ഈ ഗോൾഡൻ ക്യാരറ്റ് മുട്ട അവിടെ ഇരിക്കട്ട്. റോട്ടൺ ഫ്ലഷ് ഫുൾ ജസ്റ്റ് ഫുള്ളായി. പുതിയ ഒരെണ്ണം ഉണ്ടാക്കണമല്ലോ. വെയിറ്റ്, ഒരെണ്ണങ്ങളൊന്നും ഉണ്ടായിക്കോട്ടെ. ഒരെണ്ണമല്ല, 2 ഉണ്ടാക്കണം. 1 2 ഡബിൾ ചെസ്റ്റ് തന്നെ ഉണ്ടാക്കിക്കാം. പെട്ടെന്ന് ഫുള്ളാണ്. ഞാൻ രണ്ട് ദിവസം അതേ ഉള്ളൂ. ഈ ഗെയിം ഞാൻ എത്ര ദിവസം കളിച്ച്. വെയിറ്റ് ചെയ്യേ 2 days പ്ലേഡ്. 11 ദിവസം. എനിക്ക് 2 ദിവസം അതേ ഉള്ളൂ. നിങ്ങൾ ഫുള്ള് ഈ വുഡ് കുറച്ച് ആ ചെസ്റ്റിനകത്ത് തന്നെ വെച്ചേക്കാം. അത് സ്റ്റാക്കാകാനല്ല, തിരിച്ച് വയ്ക്കാം. സ്റ്റിക്ക് ഇതിനകത്ത് ഇരിക്കട്ട്. റോട്ടൺ ഫ്ലഷ് ഈ ആയം വേണം. ഇത് ബോണ്, ആരോ, വീറ്റ്, ഇത് റെഡ് സ്റ്റോൺ, ഇത് വേണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് വുഡ് എടുക്കണം. എടുത്തിട്ട് ഒരു ഷീൽഡ് കണ്ടാ എന്നെ ആർക്കടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോഴും രസം കൊണ്ടാ. സീന് തന്നെ ചിച്ചെടുത്തിട്ടേക്കാം. എന്നിട്ട് പൊട്ടിപ്പൊളിയാറായത് ചെസ്റ്റിനകത്തും വെച്ച് ഈ ബാക്കിയുള്ള കൊണ്ടെടുത്ത് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, സെറ്റ്. അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. അപ്പം
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ ഫുൾ അയൺ ആവണം, ഫുൾ അയൺ ടൂൾസും ആവണം. ആ ചലഞ്ച് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ചലഞ്ച് ഏതായിരുന്നു എന്തോ എനിക്ക് തോന്നുന്നു ഇവർക്കിട്ടൊരു അല്ല ഈ വീറ്റ് ഫാം അത് തന്നെ ക്രോപ്പ് ഫാം ഉണ്ടാക്കണമായിരുന്നു അതിൻ്റെ ചലഞ്ച് എന്ന് തോന്നുന്നു. നോക്കിയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ, സീ യു ലേറ്റർ.